മീഡിയ ഡെയിലി. ഫിയ? അല്ല, ഞാൻ അഖില. ഞാൻ പെർഫ്യൂം ഫിയ എന്നാണ് ചോദിച്ചത്. എനിക്കിഷ്ടമാണ് ആരെ? ഫിയ പെർഫ്യൂം. എനിക്കും. ആരും കൊതിച്ചു പോകും. അത് സാർ. ഞാൻ പെർഫ്യൂമിന്റെ കാര്യമാണ് പറഞ്ഞത്. അതെ സാർ, ആരും കൊതിച്ചു പോകും. ആരെന്നെയാണോ? അല്ല സാർ. അതെ, ആരും കൊതിച്ചു പോകും. ഒന്നരികിലെത്താൻ ഫിയ പ്രീമിയം പെർഫ്യൂം. ജന്മദിനത്തിൽ ഒരു തൈ. ഹരിതാപമായ 15 വർഷങ്ങൾ പൂർത്തിയാക്കി മീഡിയ ഡെയിലിയുടെ ഹരിത സന്ദേശം. ജന്മദിനത്തിൽ ഒരു തൈ നട്ട് വളർത്തുക, തണലിനൊപ്പം കായ്ഫലവും എന്ന ഉദാത്തമായ സന്ദേശവുമായി മാതൃകയായ മീഡിയ ഡെയിലിയുടെ ഹരിത കാമ്പയിൻ 1.5 പതിറ്റാണ്ട് പിന്നിടുന്നു. 15 വർഷങ്ങൾക്ക് മുമ്പ് വയനാട്ടിലെ അമ്പലവയൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് തുടക്കം കുറിച്ച ഈ ഹരിത സന്ദേശം ഇന്ന് കേരളത്തിലെ വിവിധ കലാലയങ്ങളിലും സർക്കാർ ഓഫീസുകളിലും സജീവമായി എത്തിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഇതിന്റെ സംഘാടകർ. ഒന്നാം പിണറായി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ദിനത്തിൽ നിയമസഭാ മന്ദിരത്തിന്റെ ക്യാമ്പസിൽ 140 MAമാരുടെയും പേരിൽ ഓരോ ഫലവൃക്ഷ തൈകൾ നട്ട് ഫ്രൂട്ട്സ് ഗാർഡൻ ഒരുക്കുവാനുള്ള പദ്ധതി സമർപ്പിക്കാൻ കഴിഞ്ഞത് ഈ കൂട്ടായ്മയുടെ പ്രധാന നേട്ടങ്ങളിൽ ഒന്നാണ്. പോലീസും വനം വകുപ്പും കൈകോർത്ത വഴികൾ. കേരള പോലീസിൽ ഒരു ഗ്രീൻ സേന രൂപീകരിക്കുന്നതിനെ കുറിച്ച് അന്നത്തെ DGP ലോക്നാഥ് ബെഹ്റ ഈ ആശയത്തിന്റെ പ്രവർത്തകരുമായി ചർച്ച നടത്തിയിരുന്നു. കൂടാതെ വനം വകുപ്പ് മേധാവിയുമായി നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്ന് വർഷാവർഷം ജൂൺ 5-ന് വനം വകുപ്പ് നടത്തുന്ന പരിസ്ഥിതി ദിന ബോധവൽക്കരണ പരിപാടികളിൽ ഈ വിഷയം സജീവ ചർച്ചയാക്കാനും തീരുമാനിച്ചിരുന്നു. മമ്മൂട്ടിയുടെ പിന്തുണയും രാജ്ഭവനിലെ മുളങ്കാടും. 2016 ഏപ്രിൽ മാസത്തിൽ കേരളത്തിലുണ്ടായ കഠിനമായ വേനൽ ചൂടും കുടിവെള്ള ക്ഷാമവും നേരിടുന്നതിനായി കൊച്ചി വൈറ്റിലയിലെ സെന്റോർ ഹോട്ടലിൽ വെച്ച് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ ഓൺ യുവർ വാട്ടർ എന്ന പേരിൽ ഒരു യോഗം നടന്നിരുന്നു. ഈ ചടങ്ങിൽ മമ്മൂട്ടിയുടെ ക്ഷണം സ്വീകരിച്ച് പങ്കെടുക്കാനും ഹരിത ആശയം അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനും കഴിഞ്ഞത് പദ്ധതിക്ക് വലിയ ജനശ്രദ്ധ നേടിക്കൊടുത്തു. കൂടാതെ 2019 അന്നത്തെ ഗവർണറായിരുന്ന ജസ്റ്റിസ് പി സദാശിവൻ തന്റെ വിരമിക്കൽ വർഷത്തിൽ രാജ്ഭവനിൽ ജന്മദിനത്തിന്റെ ഓർമ്മയ്ക്കായി ഒരു മുളങ്കാട് നട്ടുപിടിപ്പിച്ചതും ഈ ആശയത്തിന് ലഭിച്ച വലിയൊരു അംഗീകാരമായി മാറി. ഒരു സന്തോഷ കാഴ്ച. വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളം ഞാറക്കൽ PWD ഓഫീസിന് മുന്നിൽ ഈ പദ്ധതിയുടെ ഭാഗമായി നട്ടമാവും പേരയും സപ്പോട്ടയും ഇന്ന് തഴച്ചു വളർന്ന് കായ്ഫലം നൽകി നിൽക്കുന്നത് ഈ ഹരിത സന്ദേശത്തിന്റെ ജീവിക്കുന്ന തെളിവാണ്. പുതുതലമുറ ഏറ്റെടുക്കണം. ഈ നന്മയുടെ സന്ദേശം നമ്മുടെ പുതുതലമുറയും വിദ്യാർത്ഥികളും ഏറ്റെടുക്കണമെന്ന് ഈ ആശയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ അഭ്യർത്ഥിക്കുന്നു. എല്ലാ സ്കൂൾ കോളേജ് ക്യാമ്പസുകളിലും ഫലവൃക്ഷങ്ങളുടെ ഒരു നഴ്സറി ആരംഭിക്കുകയും കുട്ടികൾ അവരുടെ ജന്മദിനത്തിൽ ഒരു തൈ നട്ട് വളർത്താൻ ശീലിക്കുകയും ചെയ്താൽ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന്റെ ഹരിത ഭംഗി പൂർണ്ണമായി തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്നും നല്ലൊരു നാളേക്കായി എല്ലാവരും കൈകോർക്കണമെന്നും മീഡിയ ഡെയിലി പ്രവർത്തകർ ഓർമ്മിപ്പിക്കുന്നു. ഇനി ഒരു തൊഴിൽ തേടി വിദേശത്തേക്ക് പോകേണ്ടതില്ല. സ്വന്തമായൊരു ബിസിനസ്, സ്ഥിരമായ വരുമാനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ രാജ്യവും വളരെ വേഗത്തിൽ വളരെയാണ്, മറ്റു വികസിത രാജ്യങ്ങളെ പോലെ. ഇതാ, ഈ വളർച്ചയിൽ പങ്കാളിയാകുവാൻ നിങ്ങൾക്കും അവസരം. മാറുന്ന ബിസിനസ് സംസ്കാരത്തിനൊപ്പം നമ്മളും മാറി ചിന്തിക്കേണ്ടതുണ്ട്. വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് വെഹിക്കിൾ, അതിവേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സോളാർ പവർ സൊല്യൂഷൻ, ഇലക്ട്രിക് മേഖലയിൽ ഒഴിച്ചുകൂടാനാകാത്ത LD സംവിധാനം ഒരുമിച്ചൊരു കുടക്കീഴിൽ ഇയോൺ എക്സ്പീരിയൻസ് സെന്റർ. എവിടെയെല്ലാം ആവശ്യമായിട്ടുണ്ടോ അവിടെയെല്ലാം സ്ഥാപിച്ചു നൽകുന്നു, അതും നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള പദ്ധതികളുടെ. സ്വന്തമായോ പാർട്ട്ണർഷിപ്പിലോ വാടകക്കോ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കുക.